പാർട്ടിയുമായും സർക്കാരുമായും ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രവർത്തനവും അടിമുടി പരിശോധിക്കാൻ CPIM സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം, EP ജയരാജനെതിരായ നടപടി, ഒടുവിൽ PV അൻവറിന്റെ ആരോപണങ്ങളും ബ്രാഞ്ച് തലം മുതൽ ചർച്ചയാകും. ഫെബ്രുവരിയിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനവും ഏപ്രിലിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസും നടക്കും. ഉൾപാർട്ടി ജനാധിപത്യം ഉറപ്പാക്കുന്ന CPM-ൽ ഇനി വിമർശനങ്ങളുടെയും സ്വയം വിമർശനങ്ങളുടെയും കാലം. 35,000-ഓളം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ആദ്യം നടക്കുന്നത്. പിന്നാലെ 2,000-ലധികം ലോക്കൽ സമ്മേളനങ്ങൾ. നവംബറിൽ ഏരിയ സമ്മേളനങ്ങൾ ആരംഭിക്കും. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങൾ. ഫെബ്രുവരിയിൽ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം. അട്ടിമറികൾ നടന്നില്ല എങ്കിൽ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. പാർട്ടിയിൽ പ്രത്യക്ഷ വിഭാഗീയത ഇല്ല എങ്കിലും സമ്മേളനകാലം ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കും. പാർട്ടിയും സർക്കാരും വിമർശിക്കപ്പെടാൻ അംഗങ്ങൾക്ക് മുന്നിൽ കാരണങ്ങൾ നിരവധിയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദം, മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ, EP ജയരാജനെതിരായ നടപടി, ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, കാഫിർ പോസ്റ്റർ വിവാദം, ഒടുവിൽ PV അൻവറിന്റെ തുറന്നുപറച്ചിൽ വരെ CPM സമ്മേളനങ്ങളെ സജീവ ചർച്ചാവേദിയാക്കും. ബ്രാഞ്ചിലും ലോക്കലിലും വിമർശനങ്ങൾക്ക് പ്രാദേശിക നേതാക്കൾ മറുപടി പറയും. ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കും മറുപടി പറയാനെത്തുന്നത്. ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി വരാനും സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.